അപ്പോൾ ഈ ഒരു രീതിക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് വെള്ളരി, കുമ്പളം, മത്തൻ എന്ന് വേണ്ട എല്ലാതരം പടരുന്നതായിട്ടുള്ള എല്ലാതരം പച്ചക്കറികളും വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ വെള്ളമാണെങ്കിൽ വളരെ കുറവ് മതി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഒരു അടിപൊളി പുതിയൊരു ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും പിയർസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. നമ്മളുണ്ടല്ലോ മാർച്ച് മാസത്തിൽ സ്പെഷ്യൽ കൃഷി രീതിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ആരും ചെയ്യാത്ത അടിപൊളി കൃഷി. അപ്പം നമുക്കറിയാം മാർച്ച് മാസത്തിൽ പടരണത്, അതായത് വെള്ളരി, കുമ്പളം, മത്തൻ, തണ്ണിമത്തൻ തുടങ്ങിയതൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുക. അപ്പം അത് വളരെ വ്യത്യാസമായ രീതിയിൽ, അതായത് യാതൊരു കീടബാധ ഇല്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോ ഈ വേനൽക്കാലത്തെ കൃഷി ആയതുകൊണ്ട് ചെറിയൊരു കുഴി പോലെ എടുത്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഒന്ന് കത്തിക്കുകയാണ് ചെയ്തത്. അതായത് ഉമ്മിച്ചാരാണ് കേട്ടോ, ഉമ്മിയാണ് കത്തിച്ചിരിക്കുന്നത്. കണ്ടു, മുഴുവനും ഉമ്മി കത്തി കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കണ്ടാലോ കണ്ടല്ലോ അല്ലെ. ഉമ്മിയാണ്. ഉമ്മിയുള്ളവര് ഇപ്പൊ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മി കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പൊ ഉമ്മി ഇട്ടിട്ട് കത്തിച്ച് ഉള്ള ആ ഒരു ഇതില് നമ്മള് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മണ്ണിലൂടെയുള്ള ഒരുപാട് പ്രശ്നത്തിന് പരിഹാരമാണ് കേട്ടോ. അതുപോലെ പുഴുക്കളുടെ ഉപദ്രവം, ഇതിന്റെ വാട്ടരോഗം ഒന്നും ഉണ്ടാവില്ല. ഒരുവിധം എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. അപ്പൊ ഇപ്രാവശ്യം ചെയ്യുന്നവര് പ്രത്യേകിച്ച് കുറച്ച് ഉമി കത്തിച്ച് ആ ഒരു ചാരം ഉമി കത്തിച്ചിട്ടുള്ള അതിൽ വേണം നിങ്ങൾ കൃഷി ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലാത്തവർ എന്തെങ്കിലും ചപ്പിട്ട് കത്തിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതായിട്ട് കിട്ടും. കണ്ടു, അപ്പം നമ്മൾ അതുപോലെയാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ അല്ലേ. ഇനി ഇപ്പം ഇതിൽ നമ്മൾ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 3 ദിവസം മുന്നെങ്കിലും കത്തിച്ച് ഇതാക്കണം. എന്നിട്ട് ഇതൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുന്നേ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതിലിങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ച് അടിയിലേക്കും ഒക്കെ വെള്ളം കിട്ടണം. അപ്പോ ഇപ്പൊ ഇതിലെ ഉമി മുഴുവൻ കത്തണം എന്നൊന്നുമില്ല. കുറച്ച് ഉമി കിടന്നാലും വളരെ നല്ലതാണ്. അപ്പൊ ഇതില് ഉമി ഇട്ടിട്ടുണ്ട് നമ്മള്. ഉമിയാണ് ഇതിൽ കിടക്കുന്നത്. ഇപ്പൊ നനച്ച് കഴിഞ്ഞു അല്ലേ. അപ്പൊ അത് നനച്ച് കറക്റ്റായി. ഇനി നമ്മൾ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അതിൻ്റെ മേലോട്ട് അത് മൂടത്തക്ക രീതിയിൽ നമ്മൾ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ പോട്ടി മിക്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പോട്ടി മിക്സിൽ മീൻ വളം ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് ആണെങ്കിൽ ഇതിന് അടിപൊളിയാണ് കേട്ടോ. ഈ ഇപ്പൊ പടരണ ഇപ്പൊ ഉള്ള ഈ വെള്ളരി, മത്തൻ, കുമ്പളം അതിനൊക്കെ നിങ്ങൾ ഇപ്പൊ ഈ ഒരു സമയത്ത് മീൻ വളം ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് ആണെങ്കിൽ അത് നല്ല കരുത്തായിട്ട് വളരാനായിട്ട് നല്ലതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളരി നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് വിഷുവിന് പറിക്കാനായിട്ട് ഇപ്പൊ പറ്റിയ സമയമാണ്. അപ്പൊ എല്ലാവരും ഈ സമയത്ത് വെള്ളരി, കുമ്പളം, മത്തൻ, തണ്ണിമത്തൻ ഇതൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മളിവിടെ തെയ്യം എടുത്തു വെച്ചിട്ടുണ്ട്. വിത്തും അതെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ വിത്ത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ പാകി കിളിപ്പിക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കണോ. കാണാത്തവര് അതൊന്ന് കാണുക. അപ്പൊ നമ്മളിത് അരമണിക്കൂറായി വെള്ളത്തിലിട്ട് ഇതിൽ കുതിർത്തിയിരിക്കുന്നത്. പിന്നെ ഇത് തെയ്യുണ്ട്. അപ്പൊ രണ്ടും ഞാൻ കാണിക്കാം. അപ്പൊ നമ്മൾ ഈ പോട്ടി മിക്സ് ഇട്ട ശേഷം ഒന്ന് ചെറുതായിട്ട് നനയ്ക്കണം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വൈകുന്നേരങ്ങളിലാണ് നിങ്ങൾ നടേണ്ടത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കാലത്ത് തന്നെ പോട്ടി മിക്സൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം മാത്രം വൈകുന്നേരം നിങ്ങൾ ഇതാക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വിത്താണ് പാകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമുക്ക് സാധാരണ ഇതിലോട്ട് ഒരു 5 or 6 തൈകൾ മതി. പക്ഷെ എല്ലാ തൈകളും ശരിയാവണമെന്നില്ല, എല്ലാ വിത്തും കിളിക്കണം എന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിറയെ വിത്ത് ഇങ്ങനെ കുഴിച്ചിടുക. ഇപ്പം നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് ഒരു കുഴി എടുക്കുക, അതിൽ ഇത് വെക്കുക, ഒന്ന് അമർത്തുക. കണ്ടോ, ചെറിയൊരു കുഴി എടുക്കുക, ഇത് വെക്കുക, അമർത്തുക, മൂടുക. ഇങ്ങനെ നിങ്ങൾ നിറച്ച് വിത്ത് പാകുക. എന്നിട്ട് ഇതിലെ കരുത്തുള്ള തൈകൾ മാത്രം ഇതിൽ നിർത്തുക, ബാക്കിയുള്ളത് പറിച്ച് കളയുക. എല്ലാം കരുത്തുള്ളതാണെങ്കിൽ വേറെ നമ്മൾ കുഴിയെടുത്തിട്ട് അതിലോട്ട് പറിച്ച് മാറ്റി നടാനായിട്ട് പറ്റും. അപ്പം 5 തൈയേ ഉള്ളൂ എന്ന് വെച്ചിട്ട്
5 വിത്ത് മാത്രമല്ല, ഒരു 10-20 വിത്ത് നിങ്ങൾ പാകിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വിചാരിച്ച പോലെ ഇത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇപ്പം അത്യാവശ്യം വിത്തുകൾ 10-15 വിത്തുകൾ നമ്മളിതിൽ പാകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തൈ നടുന്നില്ല, വിത്ത് പാകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്ന് ഓലയോ മറ്റോ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു ചെറുതായിട്ട് ഒരു പൊതയിടാം. അത് നമ്മൾ എങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് തെങ്ങിൻ്റെ ഓലയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം ഇതേപോലെ തെങ്ങിൻ്റെ ഓല ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ഓല ഇങ്ങനെ ഒടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ അത് ചെറുതായിട്ട് അതിനൊന്ന് മൂടിക്കൊടുക്കുക. അപ്പോൾ ശക്തിയായിട്ടുള്ള ആ വെയിൽ ഇതിലോട്ട് അടിക്കില്ല. അപ്പം അങ്ങനെ ആ വെയിൽ അടിക്കാത്തത് മൂലം ഇത് പെട്ടെന്ന് തന്നെ മണ്ണ് ഒക്കെ ചൂടായി ഈ വിത്തുകൾ കേടായി പോവില്ല. അപ്പം അങ്ങനെ വിത്തുകൾ വെയിൽ കൊണ്ടിട്ട് കേടായി പോവാതിരിക്കാനായിട്ട് ഇതുപോലെ ഓലയോ മറ്റോ വെച്ചിട്ട് ഒരു പൊതയിടുക. പിന്നീട് നിങ്ങൾക്ക് നനയ്ക്കണ സമയത്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ നനച്ചു കൊടുക്കണ്ടു. ഇതിൽ അങ്ങനെ മുട്ടി നിൽക്കുന്നില്ല ഇതിൽ. അപ്പം നിങ്ങൾക്ക് ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മുള വന്നത് കാണാനും പറ്റും. മുളച്ച് 2 ഇലയൊക്കെ വിരിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇത് എടുത്ത് മാറ്റിയാൽ മതി. അതുവരയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാം. ഈ ഇലയുടെ ഉണ്ടല്ലോ, ഈ ഓലയുടെ മേലെ കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നനച്ചു കൊടുക്കാനും പറ്റും. എന്നിട്ട് നിങ്ങൾക്കിത് 2-3 ഇലയൊക്കെ വന്നതിന് ശേഷം പതിയെ ഇത് മാറ്റിക്കളഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ വിത്ത് പാകുന്നത് മനസ്സിലായല്ലോ അല്ലേ? എങ്ങനെയാണ് നിങ്ങൾക്ക് വിത്ത് പാകുക എന്നുള്ളതും അതുപോലെ തന്നെ അത് മുളയ്ക്കുന്നവരെ പൊതയിടുന്നതും മനസ്സിലായി. ഇനിയിപ്പോൾ നിങ്ങൾ തെയ്യാണ് നടുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ദേ തണ്ണിമത്തൻ്റെ തെയ്യാണ് നമ്മൾ നട്ട് കാണിക്കണം. അപ്പോൾ തൈകൾ ഇതുപോലെ നല്ല കരുത്തുള്ള തൈകൾ നോക്കി നമ്മൾ എടുക്കുക. എന്നിട്ട് ഒരു കുഴി കുഴിക്കുക, അതിൽ വെക്കുക. എന്നിട്ട് ഇതേ മണ്ണിടുക, ഒന്ന് അമർത്തി കൊടുക്കുക. ഒരു 5 തൈയൊക്കെ നമുക്ക് ഇതിൽ നടാനായിട്ട് പറ്റും. ഇതേ 2ാമത്തെ തൈ എടുത്തു, നമ്മൾ നട്ടു. ഈ ഒരു സമയത്ത് ഇങ്ങനെ കുഴിയിൽ വേണം നടാനായിട്ട്. അന്നേരം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും ആക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഏരി കൂട്ടിയിട്ടല്ല ഇപ്പോൾ ചെയ്യേണ്ടത്, ഇങ്ങനെ കുഴി എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിലോട്ട് ഹ്യൂമിക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് നട്ടു, നമ്മളിനി ഇതിൽ ഹ്യൂമിക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഹ്യൂമിക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളമാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ നനച്ചു കൊടുക്കാം. പിന്നെ എല്ലാ ദിവസവും നമ്മൾ നനയ്ക്കണം. അപ്പോൾ ആ നനയ്ക്കണ സമയത്ത് നമ്മൾ ഇതിൻ്റെ അരികത്ത് ഒഴിച്ചു കൊടുക്കുക എപ്പോഴും വെള്ളം. കണ്ടോ? ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും നനയ്ക്കുമ്പോഴും ഇതിൻ്റെ അരികത്ത് നമ്മൾ നന്നായിട്ട് അങ്ങ് നനച്ചു കൊടുക്കുക. അപ്പം ആ നനവ് എപ്പോഴും നിലനിൽക്കും. പിന്നെ ഇതിനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇത് കൊടുക്കാം. ഇനിയിപ്പോൾ നേരിട്ട് വെയിലടിക്കാതിരിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ കുത്തി കൊടുക്കാം. ഇങ്ങനെ കുത്തി കൊടുത്തിട്ടാക്കാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു സൂത്രമുണ്ട് നമുക്ക്. ഇപ്പം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുക. കണ്ടു? ഇതുമ്മേ കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ വടികളൊക്കെ വെക്കുക. കണ്ടു? ഇപ്പോൾ ഇതിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ വടികളുടെ മേലെ ഒന്നും ഈ തൈകൾ മുട്ടിയിട്ടില്ല. തൈകൾ സേഫാണ്. എന്നാൽ ഇതിൻ്റെ മുകളിൽ വടികളുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഓലയോ അല്ലാന്നുണ്ടെങ്കിൽ വാഴക്കയ്യോ നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇങ്ങനെ വെക്കുക. കണ്ടു? അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ
ഇതിൽ നേരിട്ടിട്ട് സൂര്യപ്രകാശം കൊള്ളില്ല. എന്നാലോ ചെറുതായിട്ട് അതിലൊക്കെ നിങ്ങൾക്ക് സൂര്യപ്രകാശം ഏൽക്കും. പക്ഷെ ശക്തിയായ വെയിലടിക്കില്ല. അപ്പോൾ ഇത് വാടി പോവില്ല, ഒന്നും തന്നെ കേടായി പോവില്ല. അപ്പോൾ വെള്ളം വളരെ കുറവ് മതി. പിന്നെ ഞാൻ പറഞ്ഞു വെള്ളം ഒഴിക്കുന്ന രീതി. ഇനിയിപ്പോൾ നിങ്ങൾ നട്ട് ഇനി പിറ്റേ ദിവസം നിങ്ങൾ ഇതിന് വെള്ളം ഒഴിക്കണ സമയത്ത് ഇതിൻ്റെ മേലെ കൂടെ അങ്ങ് ഒഴിച്ചാൽ മതി. കണ്ടു, ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് ഒന്നും സംഭവിക്കില്ല. അതുപോലെ ഇതിൻ്റെ അരികു വശത്തും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറവ് വെള്ളം മതി. പിന്നെ വെയിലിൻ്റെ പ്രശ്നവുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ്. ഈ ഒരു രീതിക്ക് ഇപ്പം നമ്മൾ തണ്ണിമത്തൻ കാണിച്ചു എന്നേ ഉള്ളൂ. വെള്ളരി ആണെങ്കിലും കുമ്പളാണെങ്കിലും മത്തൻ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ പടവലം കയ്പയും അത് മാത്രമാണ് നിങ്ങൾ പന്തലിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ പറമ്പിലൂടെ തന്നെ അങ്ങ് പടർത്തി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കൃഷിയാണ് ഇത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും.